ഒരു ടിപ്പിക്കൽ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ അല്ല ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ്, അതായത് ചുറ്റും, അതായത് ബാക്കിയുള്ളതിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ആ ഒബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കുക, ബാക്കി ചുറ്റും നടക്കുന്ന സറൗണ്ടിങ്സ്. അപ്പോൾ അതായത് നോർമലി നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മളൊരു കാര്യത്തെ നോക്കുന്നു, അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുന്നു. ഇപ്പം നമ്മൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ ബുക്കിലേക്ക് മാത്രം, അതിൻ്റെ വേർഡ്സിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുന്നു, എന്നിട്ട് ബാക്കി ചുറ്റും എന്തൊക്കെ നടക്കുന്നുണ്ടോ, ചുറ്റും ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരിക്കാം, ഒച്ചകളുണ്ടായിരിക്കാം, അതിനെല്ലാം നമ്മൾ മറന്നിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ടെൻസ്ഡ് ആക്കുക, നാരോ ആക്കുക. ആ ഒരു ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ആയിരിക്കില്ല ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം എവറിത്തിങ് ഹീസ് അവെയർ ഓഫ് എവറിത്തിങ്, പക്ഷേ സ്റ്റിൽ ചുറ്റുമുള്ളതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിലായിരിക്കും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയിൻ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ്